നമസ്കാരം. വെസ്റ്റ് ബംഗാൾ പോലീസിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അവർ കഴിഞ്ഞ ദിവസം ഒരു അറസ്റ്റ് നടത്തിയിരുന്നു. ഒരു ഭീകരവാദിയാണ്, ഇസ്ലാമിക ഭീകരവാദി. അയാൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരവാദിയാണ്. അവർ പാകിസ്ഥാനിൽ ട്രെയിൻ ചെയ്ത ആളുമാണ്. ആളുടെ പേര് ഹമീം മോണ്ടൽ എന്നാണ്, ഇന്ത്യക്കാരനാണ്. ഇയാളോടൊപ്പം പിറ്റേന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഇയാളുടെ ഹിന്ദുവായിട്ടുള്ള ഗേൾ ഫ്രണ്ട് അർപ്പിത സർക്കാർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൂടി ജാർഖണ്ഡിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സാധാരണഗതിയിൽ ഇതൊരു വലിയ വാർത്തയൊന്നുമല്ല, വാർത്തയാണ് തീർച്ചയായിട്ടും. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു വാർത്തയാണ്. പക്ഷേ അങ്ങനെ നിരവധി അറസ്റ്റുകൾ നടക്കാറുണ്ട്. ജെയ്ഷെ മുഹമ്മദിൻ്റെ മാത്രമല്ല, അങ്ങനെ നിരവധി പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഭീകര സംഘടനകളുടെ നിരവധി ആൾക്കാരെ, സ്ലീപ്പർ സെല്ലുകളെ, ആക്റ്റീവായിട്ടുള്ള ടെററിസ്റ്റുകളെയൊക്കെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ ചാരന്മാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുപോലെ കണക്കാക്കേണ്ട ഒരു അറസ്റ്റല്ല ഹമീം മോണ്ടലിൻ്റേത്. ഭാരതത്തിൽ ഭീകരവാദത്തെക്കുറിച്ച് പഠിക്കുന്ന, ഭീകരവാദത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് കൃത്യമായി നിരീക്ഷിക്കുന്ന എല്ലാവർക്കും ഒരു കേസ് സ്റ്റഡി ആകേണ്ട ഒരു വിഷയമാണ് ഹമീം മോണ്ടൽ എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരവാദി. എന്തുകൊണ്ട് എന്ന് എടുത്തു പറയാം. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അറസ്റ്റിലായ ഹൈബ്രിഡ് ഇസ്ലാമിക് ടെററിസ്റ്റാണ് ഈ ഹമീം മോണ്ടൽ. എന്താണ് ഈ ഹൈബ്രിഡ് ഇസ്ലാമിക് ടെററിസ്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നിരവധി ടാസ്കുകൾ ഒരേ സമയത്ത് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആളാണ്. നമ്മൾക്കറിയാം, ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു ഭീകരവാദിയെ എടുക്കുക. അവർ എന്തിനു വേണ്ടി ട്രെയിൻ ചെയ്യപ്പെടുന്നോ അതിനുവേണ്ടി അവർ ഇന്ത്യയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ നിന്ന് അത് ചെയ്യുന്നു. അത് ഒരുപക്ഷെ ഒരു ഭീകരാക്രമണമാവാം, ഒരുപക്ഷെ സ്വയം പൊട്ടിത്തെറിച്ചുള്ള ആക്രമണമാകാം, ഒരുപക്ഷെ ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ സ്ലീപ്പർ സെല്ലായിട്ട് പ്രവർത്തിക്കുന്നതാവാം. ഇതൊന്നും അല്ലെങ്കിൽ ഭാരതത്തിന് എതിരെ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തുന്നവരാകാം, അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാകും. അങ്ങനെ വിവിധ രൂപങ്ങളിൽ വിവിധ ടാസ്കുകൾ, വിവിധ ഡ്യൂട്ടികളുമായിട്ട് നിരവധി പാകിസ്ഥാൻ ചാരന്മാർ ഭാരതത്തിനുള്ളിലുണ്ട്. ഇവരെല്ലാവരും പാകിസ്ഥാനികളല്ല, മറിച്ച് അതിലെ ഒരു ന്യൂനപക്ഷം മാത്രമാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നവർ. മറ്റുള്ളവരെല്ലാം ഭാരതത്തിൽ തന്നെ ജനിച്ച് ജീവിച്ച് മരിക്കുന്നവരാണ്. അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കളുമുണ്ട്. അപ്പോൾ ഭാരതത്തിനുള്ളിൽ പാകിസ്ഥാന് വേണ്ടി ജോലി ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അതിലൊരാളായിട്ട് ഹമീം മോണ്ടലിനെ നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം ഹമീം മോണ്ടൽ ചെയ്തുകൊണ്ടിരുന്നതിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരൊറ്റ ടാസ്കിന് വേണ്ടി അയാളെ വിട്ട ആളല്ല, അത്രയ്ക്ക് ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ് ഹമീം മോണ്ടൽ. അയാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിരവധി കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. അയാൾ വെറുതെ ഒരു ആക്രമണം നടത്തുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച ഒരു ഭീകരവാദിയല്ല. പക്ഷേ ആക്രമണം അയാളുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമാണ്. അതായത് പോലീസ് യൂണിഫോം ധരിച്ചുകൊണ്ട് ഇവിടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ജന്തർ മന്ദറിൽ നടക്കുമ്പോൾ അതിലേക്ക് നുഴഞ്ഞു കയറുന്ന പ്ലാൻ പോലും ഉണ്ടാക്കിയ ആളാണ് ഹമീം മോണ്ടൽ. അപ്പോൾ അത് ഒരുപക്ഷെ ഈ CJPയുടെ പ്രൊട്ടസ്റ്റ് കുറച്ച് ദിവസം കൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടാകുമായിരുന്നു ദില്ലിയിൽ. അങ്ങനെ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി മുതൽ MA ബേബി വരെയുള്ളവർ കൃത്യമായിട്ട് അത് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ടാർഗറ്റ് ചെയ്തുള്ള വിഷയമാക്കി മാറ്റിയേനെ. കാരണം ഈ CJP പ്രൊട്ടസ്റ്റ് തടയാൻ സർക്കാർ തന്നെ ആസൂത്രണം ചെയ്തതാണ് ഈ ഭീകരാക്രമണം എന്ന് വേണമെങ്കിൽ പറയും. കാരണം പുൽവാമയുടെ കാര്യത്തിലും ഉറിയുടെ കാര്യത്തിലുമൊക്കെ അത്തരം ആരോപണങ്ങൾ BJP സർക്കാരിനെതിരെ ഉന്നയിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ആൾക്കാരാണ് ഇവരെല്ലാവരും. അതായത് നാട്ടിൽ എന്തെങ്കിലും രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകുമ്പോൾ ഉടനെ ഭീകരാക്രമണം BJP ഉണ്ടാക്കുന്നതാണ് എന്ന് ഒരു ഉളുപ്പും ഇല്ലാതെ ആരോപിക്കാൻ ഇവർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുൻകാലത്ത്. അതുകൊണ്ട് തീർച്ചയായിട്ടും CJP പ്രൊട്ടസ്റ്റിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ സ്ഥിതി കൈവിട്ടു പോകുമെന്ന് മാത്രമല്ല, സർക്കാരിന് പോലും അതൊരു വലിയ ദുരന്തമായി, വലിയൊരു ചലഞ്ചായി മാറുമായിരുന്നു. ഒരുപക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കണം സർക്കാർ ഈ സമരം തീർക്കാൻ 30 ദിവസം കഴിഞ്ഞപ്പോൾ മുന്നിട്ടിറങ്ങിയത്. ഒരു തോൽവി, അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും അത് കീഴടങ്ങലാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും കർഷക സമരം പോലെ രാജ്യവിരുദ്ധ ശക്തികൾ ഇതിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യത ഒരുപക്ഷെ തിരിച്ചറിഞ്ഞതുകൊണ്ടും കൂടിയായിരിക്കണം സർക്കാരിൻ്റെ നിലപാടിൽ വലിയ തോതിൽ അയവ് വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഹമീം മോണ്ടലിൻ്റെ അറസ്റ്റിൽ. ആ അറസ്റ്റിലെ ഹമീം മോണ്ടലിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്ലാനിൽ പറയുന്നത് പോലീസ് യൂണിഫോം മേടിക്കുക. നിരവധി പോലീസ് യൂണിഫോം ഒന്നുമല്ല, ഒത്തിരി പോലീസുകാരെ ഡമ്മികളായിട്ട് ഇതുപോലെ കൊണ്ടിറക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കപ്പെടും. പക്ഷേ 1-2 പേർ പോലീസ് യൂണിഫോം ഇട്ട് ഇതിനുള്ളിലേക്ക്
നുഴഞ്ഞു കയറി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സ്ഫോടനം ഉണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു അയാളുടെ പ്ലാൻ. ഇതൊരൊറ്റ പ്ലാൻ മാത്രമല്ല. അതുകൊണ്ടാണ് ഹമീം മണ്ഡൽ മറ്റു ഭീകരവാദികളെ പോലെ അല്ല എന്ന് പറയുന്നത്. ഇതിൽ ഒരു ലവ് ജിഹാദ് ആംഗിളും ഉണ്ട്. ഹമീം മണ്ഡലിൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന, കാമുകി എന്ന് പറയുന്നത് അർപ്പിത സർക്കാർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അർപ്പിത സർക്കാർ യഥാർത്ഥത്തിൽ ഒരു ബംഗാളി പെൺകുട്ടിയാണ്. അവളെ അറസ്റ്റ് ചെയ്തത് ജാർഖണ്ഡിൽ നിന്നാണ്. ഈ പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ ചാറ്റുകളും സോഷ്യൽ മീഡിയ പോസ്റ്റിങ്ങുമാണ് യഥാർത്ഥത്തിൽ ഹമീം മണ്ഡലിലേക്ക് ആൾക്കാരെ, ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ, പോലീസിനെ എത്തിച്ചത് എന്നാണ് നമ്മൾ അറിയുന്നത്. ഹമീം മണ്ഡലിൻ്റെ അറസ്റ്റ് യാദൃച്ഛികമായി സംഭവിച്ചതല്ല എന്ന് ഇതിനിടയിൽ പറയട്ടെ. 6 മാസമായി ഹമീം മണ്ഡലിൻ്റെ പുറകെയായിരുന്നു മൾട്ടി ഏജൻസികൾ, നിരവധി ഏജൻസികൾ, സെൻട്രൽ ഏജൻസീസ് ഉൾപ്പെടെ. അറസ്റ്റ് ചെയ്ത STF ആണെങ്കിലും ഇതിൻ്റെ കൃത്യമായ വിവരങ്ങളൊക്കെ കൊടുത്ത കേന്ദ്ര ഏജൻസികളാണ്. അവർ കൃത്യമായിട്ട് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ തെളിവുകളും വന്ന ശേഷമാണ് അവരെ അറസ്റ്റ് ചെയ്തത്. അതായത് ഹമീം മണ്ഡലിനെ പാകിസ്ഥാനിൽ നിന്ന് നിയന്ത്രിച്ചിരുന്ന ഹാൻഡിലേഴ്സ് ആരൊക്കെയാണ്? ഒരു റാണ എന്ന് പറയുന്ന ഒരു ഹാൻഡിലറുണ്ട്, ഒരു CA ഉഷർ എന്ന് പറയുന്ന ഒരു C9 ഉഷർ എന്നാണ് അയാളുടെ കോഡിന് പേര്, പിന്നെ ഒരു ആബിദ് ജട്ട് എന്ന് പറയുന്ന വേറൊരാളുണ്ട്. അങ്ങനെ 3 ഹാൻഡിലേഴ്സ് പാകിസ്ഥാനിൽ നിന്ന് ഇയാളെ നിയന്ത്രിച്ചിരുന്നു. അവരുടെ വാട്സാപ്പ് ചാറ്റുകൾ, X വഴി, നമ്മളുടെ പഴയ ട്വിറ്റർ വഴി ഇവർ കൈമാറിയ സന്ദേശങ്ങൾ, അർപ്പിത സർക്കാരിൻ്റെ വാട്സപ്പ് ചാറ്റുകൾ, ഇതെല്ലാം കൃത്യമായി പിടിച്ച ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ആദ്യം അറസ്റ്റ് ചെയ്തിട്ട് കഥയുണ്ടാക്കി എന്നൊക്കെ നമ്മുടെ രാഷ്ട്രീയക്കാരാണല്ലോ, അത്തരം കാര്യങ്ങൾ, ആരോപണങ്ങളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് പിടിച്ചത്. പിടിച്ചപ്പോഴാണ് ഈ ഞെട്ടൽ വലുതായിട്ടുണ്ടായത്. കാരണം ഒരൊറ്റ ടാസ്ക് അല്ല ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇയാളുടെ കൂടെ നിരവധി ആൾക്കാർ ഇന്ത്യയിലുണ്ട്. അവരെയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു വശത്ത് CJP പ്രൊട്ടസ്റ്റിൽ ഭീകരാക്രമണം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നു, മറുവശത്ത് ലവ് ജിഹാദിലൂടെ ഒരു ഹിന്ദു പെൺകുട്ടിയെ ട്രാപ്പ് ചെയ്യുന്നു. ആ പെൺകുട്ടിയെ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പെൺകുട്ടിയെ ഉപയോഗിച്ച് ഹണി ട്രാപ്പ് ഉണ്ടാക്കി വെസ്റ്റ് ബംഗാളിലെ ഒരു മന്ത്രിയുടെ മകനെ തട്ടിക്കൊണ്ടുപോകാനുള്ള പ്ലാൻ പോലും ഹമീം മണ്ഡൽ ഉണ്ടാക്കിയിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ ചെറിയ മീനല്ല ഇയാൾ. ഒരു മന്ത്രിയുടെ മകനെ തട്ടിക്കൊണ്ടുപോകാനുള്ള പ്ലാൻ, അതായത് ഈ പെൺകുട്ടിയുമായിട്ട് സൗഹൃദത്തിലാകുന്ന മന്ത്രിയുടെ മകനെ തട്ടിക്കൊണ്ടുപോകാൻ. അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല, പക്ഷേ വരും ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി അതിലും ഗുരുതരമായ ഒരു വിഷയം, സുവേന്ദു അധികാരി എന്ന വെസ്റ്റ് ബംഗാളിൻ്റെ BJP മുഖ്യമന്ത്രിയുടെ എല്ലാ നീക്കങ്ങളും കൃത്യമായി പാകിസ്ഥാനിലേക്ക് ഇയാൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ 2 മാസങ്ങളായി. അതിൻ്റെ കാരണം എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. പക്ഷേ സുവേന്ദു അധികാരിയുടെ സകല നീക്കങ്ങളും സകല പരിപാടികളും കൃത്യമായി പാകിസ്ഥാനിലേക്ക് എത്തിക്കുന്നതും ഹമീം മണ്ഡലിൻ്റെ ഡെയിലി ടാസ്കുകളിൽ ഒന്നായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്ഫോടനം ഉണ്ടാക്കുന്നു, മന്ത്രിയുടെ മകനെ തട്ടിക്കൊണ്ടു പോകുന്നു, ലവ് ജിഹാദ് ഉണ്ടാക്കുന്നു, ഒപ്പം മുഖ്യമന്ത്രിയെ പോലും ടാർഗറ്റ് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് ഈ ഹമീം മണ്ഡൽ ആണ്. ഈ ഹമീം മണ്ഡൽ ഒറ്റയ്ക്കല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അയാളൊരു ശൃംഖല തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊരു മൾട്ടി ടാസ്കിങ് ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മറുവശം കൂടി, ഇയാളെ ഞാൻ നേരത്തെ പറഞ്ഞു ISI ഏജൻറ്റുമാരാണ് ഇയാളെ നിയന്ത്രിച്ചിരുന്നതെന്ന്. പക്ഷേ ISIയുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്ന ആളല്ല ഹമീം മണ്ഡൽ. ഇയാൾക്ക് പാകിസ്ഥാനിലെ ചില ഗ്യാങ്ങുകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ടെറർ സംഘടനകളുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. ഇത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല. ഒന്നുകിൽ ISI വഴി ഏതെങ്കിലും ഒരു ഭീകര സംഘടനയിലൂടെ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ചാരന്മാരാണ് ഇന്ത്യയിൽ എത്തുക, അല്ലെങ്കിൽ ഭീകരവാദികളാണ് ഇന്ത്യയിലെത്തുക. പക്ഷേ ഒരു വശത്ത് ISIയുമായിട്ട് ഡയറക്റ്റ് ബന്ധം, ജെയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധം, ഒപ്പം ഷെയ്സാദ് ഭട്ടി എന്ന് പറയുന്ന, ഷെയ്സാദ് ഭട്ടി ഗ്യാങ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ കുറ്റകൃത്യത്തിൻ്റെ ഒരു മാഫിയ കൂട്ടമാണ്. ആ ഗ്യാങ്ങുമായിട്ട് ഇയാൾക്ക് ഡയറക്റ്റ് ബന്ധമുണ്ടായിരുന്നു. ഇയാൾ അവർക്ക് സന്ദേശങ്ങൾ അയക്കുകയും അവരിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ഈ 6 മാസം കൊണ്ട് നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ ചികഞ്ഞെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായത് അവിടുത്തെ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന മാഫിയകളുമായിട്ട് അവർക്ക് ഭീകരവാദവുമായി ബന്ധമില്ല. അവർ ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ പെട്ട ആൾക്കാരാണ്. അവരുമായിട്ട് ബന്ധം, മറുവശത്ത് ഭീകര സംഘടനയുമായിട്ട് ബന്ധം, അതിനപ്പുറം
ISIയുമായിട്ട് ബന്ധം, ഭാരതത്തിനുള്ളിൽ നിരവധി കാര്യങ്ങൾ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇയാളെ ഒരു ഹൈബ്രിഡ് ടെററിസ്റ്റ് എന്ന് ഞാൻ തുടക്കത്തിൽ വിശേഷിപ്പിച്ചത്. ഇങ്ങനെയുള്ള ഭീകരവാദികളെ കിട്ടുക എളുപ്പമല്ല. ഇങ്ങനെയുള്ള ഭീകരവാദികളെ ട്രെയിൻ ചെയ്യുക ISIയെ പോലെ ഒരു സംഘടനയ്ക്കും എളുപ്പമല്ല. അപ്പോൾ പക്ഷേ അങ്ങനെ പിടിച്ച ഒരാൾ കാര്യമായി രാജ്യത്ത് ദോഷങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് അയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസികളുടെ ഒരു വലിയ വിജയമാണ് എന്ന് ഞാൻ പറയും. എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു 2 ആഴ്ച മുമ്പ് RP തോട്ട്സിൽ തന്നെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. ഭാരതത്തിൽ ഇനി ഇതുപോലെയുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പെട്ടെന്നുണ്ടാകുന്ന ഒരു വിഷയത്തിൽ ജനകീയ സമരങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് ഒരു കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം സമരങ്ങളിൽ അരാജകവാദികളും മത തീവ്രവാദികളും അതുപോലെ ദേശവിരുദ്ധ ശക്തികളും നുഴഞ്ഞു കയറാനും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് എന്നും 2 ആഴ്ച മുമ്പുള്ള ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഭീകരവാദികൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഈ ഹമീം മണ്ഡലിൻ്റെ ഈ അറസ്റ്റോടു കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സമരം നടത്തുന്നത് പോലെ അല്ല അത്. ആ സമരത്തിൽ കൃത്യമായ ഒരു നേതൃത്വം ഉണ്ടാകും. ആ സമരത്തിൽ വരുന്ന അണികൾക്ക് പരസ്പരം അറിയാവുന്നവരാകാം. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇതൊരു ജനക്കൂട്ടമാണ്. ആർക്കും യാതൊരു നിയന്ത്രണവുമില്ലാത്ത കുറേ ആൻറ്റി സോഷ്യൽസും മത തീവ്രവാദികളും ഒക്കെ കൂടി ഈ CJP സമരത്തിൻ്റെ ഒരു വേദി കിട്ടിയപ്പോൾ അവിടെ ഒത്തുകൂടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങളും രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങളും അരാജകവാദവുമൊക്കെ ഈ CJP സമരവേദിയിൽ നമ്മൾ കാണാൻ ഇടയായത്. അതിൽ CJP നേതാക്കന്മാർക്ക് തീർച്ചയായിട്ടും പങ്കുണ്ട്. കാരണം പോലീസിൻ്റെ നടപടിയിൽ അവിടുത്തെ ദില്ലി സർക്കാരിനും കേന്ദ്ര സർക്കാരിനും പങ്കുണ്ടെങ്കിൽ CJPയുടെ പേരിൽ നടന്ന ഈ അഴിഞ്ഞാട്ടത്തിന് CJP നേതാക്കന്മാരും ഉത്തരം പറയേണ്ടതാണ്. പക്ഷേ ആ ചോദ്യം എന്തുകൊണ്ടാണ് BJP ചോദിക്കാത്തതെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഇത്തരം സമരങ്ങൾ ഇനി അതിസൂക്ഷ്മമായി കൈകാര്യം ചെയ്യണം എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു സൂചന കൂടിയാണ് ഈ ഹമീം മണ്ഡലിൻ്റെ അറസ്റ്റിലൂടെ വന്നിരിക്കുന്നത്. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു കേസ് സ്റ്റഡിയാണ്. ഈ കേസ് സ്റ്റഡി തീർച്ചയായിട്ടും ISIയുടെ മാറിയ രീതികളെയും മാറിയ നയങ്ങളെയും അവരുടെ പ്രയോറിറ്റീസിനെയും കൂടി സൂചിപ്പിക്കുന്നതാണ്. ഹമീം മണ്ഡലിനെ പോലെ ഒരു ഹൈബ്രിഡ് ടെററിസ്റ്റ് അയാൾ ഒരൊറ്റയാളൊന്നും ആയിരിക്കില്ല. തീർച്ചയായിട്ടും ഇതുപോലെ നിരവധി ആൾക്കാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ തന്നെ ISI അവരെ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവരെയും ഇതുപോലെ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് പിടിക്കാൻ സാധിക്കുമെന്ന് മാത്രം നമ്മൾക്ക് ആശിക്കാം. നമസ്കാരം.